Hello everyone, welcome to the class Complex Trigonometric Functions. Okay, so we know when x is a real number, if x is a real number, we have what is e raised to ix? E raised to I theta or e raised to ix has the formula cos x plus I sin x. Cos x plus I sin x. Then using this one we can write what is e raised to minus ix. E raised to minus ix will be cos x, actually cos e raised to minus ix will be e raised to I into minus x. I can write this as e raised to I into minus x, and this will be is equal to cos of minus x plus I into sin of minus x. So what is cos of minus theta? It is cos theta itself. Therefore this will be cos x plus I into what is sin of minus x? Minus sin x. So e raised to minus ix will be written cos x minus I sin x. അല്ലേ, അപ്പോൾ ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് cos x plus I into minus sin x എന്ന് കിട്ടും, അഥവാ cos x minus I sin x എന്നാണ് കിട്ടുക. ഈ റിസൾട്ടും നമുക്കറിയാം. ഇതെപ്പോഴാണ് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്? എക്സ് റിയൽ നമ്പർ ആകുമ്പോൾ. അത് ശ്രദ്ധിക്കണം. when x is real number. If x is a real number, we can write e raised to minus x equal to cos x minus I into sin x എന്ന് എഴുതാം. So suppose this is equation number 1 and this is equation number 2. Then when we add these two equations, what will happen? E raised to ix plus e raised to minus ix equal to, ലെഫ്റ്റ് സൈഡ് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ഇ റേസ് ടു ഐ എക്സും ഒന്ന് ഇ റേസ് ടു മൈനസ് ഐ എക്സും ആണ്. റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് മൈനസ് ഐ സൈൻ എക്സ് അല്ലേ, ഇതും ആഡ് ചെയ്തു. സോ ഐ സൈൻ എക്സ് മൈനസ് ഐ സൈൻ എക്സ് വിൽ ബി ക്യാൻസൽ. കോസ് എക്സ് പ്ലസ് കോസ് എക്സ് ദറ്റ് ഈസ് 2 കോസ് എക്സ്. സോ ഇ റേസ് ടു ഐ എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ്, 2 ഇങ്ങോട്ട് വന്നാൽ ഡിവൈഡഡ് ബൈ 2 വിൽ ബി ഈക്വൽ ടു കോസ് എക്സ്. റൈറ്റ്. സോ ഇ റേസ് ടു ഐ എക്സും ഇ റേസ് ടു മൈനസ് ഐ എക്സും ഉപയോഗിച്ച് നമുക്ക് കോസ് എക്സിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ശരിയല്ലേ? അതേപോലെ ഞാൻ ഇവരെ മൈനസ് ചെയ്യുന്നു വിചാരിക്കും. ഈ ഇക്വേഷൻസ് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇ റേസ് ടു ഐ എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ്. അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്തു. അപ്പോൾ ഇവിടെ മൈനസ് ചെയ്യണം അല്ലേ. കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് മൈനസ് ബ്രാക്കറ്റ് കൊടുക്കുന്നു, കാരണം രണ്ട് ടേം ഉണ്ട്. കോസ് എക്സ് മൈനസ് ഐ സൈൻ എക്സ് അല്ലേ, ഇത് മൈനസ് ദിസ് ടേം. സോ വി വിൽ ഗെറ്റ് കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് മൈനസ് കോസ് എക്സ്, മൈനസ് ഇൻറ്റു മൈനസ് ഈസ് പ്ലസ് ഐ സൈൻ എക്സ്. സോ കോസ് എക്സ് വിൽ ബി ക്യാൻസൽ, വി ഗെറ്റ് 2i സൈൻ എക്സ്. അപ്പോൾ 2i ഇങ്ങോട്ട് വരുമ്പോൾ ഇ റേസ് ടു ഐ എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് ഡിവൈഡഡ് ബൈ 2i വിൽ ബിക്കം സൈൻ എക്സ്. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസ് ഉപയോഗിച്ച് നമ്മൾ കോസ് എക്സിനെയും സൈൻ എക്സിനെയും റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ. റിയൽ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആയ കോസ് എക്സിനെയും സൈൻ എക്സിനെയും എനിക്ക് റിയൽ എക്സ്പോണൻഷ്യൽ ഫങ്ഷനായ എന്തെഴുതാം, എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസ് ഉപയോഗിച്ച് എക്സ്പാൻഡ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. ഓക്കെ. സോ ഇതേപോലെ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു രണ്ട് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രിഗ്നോമെട്രിക്കിൻ്റെ കോംപ്ലക്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എക്സ് എന്ന് എഴുതാൻ പറ്റില്ലല്ലോ, നമുക്ക് റിയൽ ആകുമ്പോഴാണ് എക്സ് എന്ന് എഴുതുന്നത്. കോംപ്ലക്സ് ആണെങ്കിൽ ഞാൻ എങ്ങനെ എഴുതണം? കോസ് സെഡ് സൈൻ സെഡ് അങ്ങനെ എഴുതണം. സോ വി വിൽ ഡിഫൈൻ കോംപ്ലക്സ് ട്രിഗ്നോമെട്രിക് functions as sin z is equal to this formula. x ന് പകരം z ആണ് ഉപയോഗിക്കുന്നത്. e raised to iz minus e raised to minus iz divided by 2i, and cos z is equal to the formula, ഈ ഫോർമുല എഴുതണം, e raised to iz plus e raised to minus iz divided by 2. So these are the definition of complex trigonometric functions sin z and cos z. ഓക്കെ. അപ്പോൾ ഈ സൈൻ സെഡും കോസ് സെഡും ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ബാക്കിയുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും ഡിഫൈൻ ചെയ്യാം. ബാക്കി ഏതൊക്കെയുണ്ട്? ടാൻ സെഡ് ഉണ്ട്. ടാൻ സെഡിനെ നമ്മൾ സൈൻ സെഡ് ഡിവൈഡഡ് ബൈ കോസ് സെഡ് എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇത് ഡിവൈഡഡ് ബൈ ഇത്. അപ്പോൾ എന്താ വരിക? ഇത് ഡിവൈഡഡ് ബൈ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് ഇ റേസ് ടു ഐ സെഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ഡിവൈഡഡ് ബൈ, ഈ 2 ക്യാൻസൽ ചെയ്ത് പോകും, ഇ റേസ് ടു
IZ പ്ലസ് ഇ റേസ് ടു മൈനസ് IZ പിന്നെ ഡിവൈഡഡ് ബൈ ഒരു ഐ കൂടെ ഉണ്ടാവും അല്ലേ. സോ ദിസ് വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെയായിരിക്കും ടാൻ സെഡ് ഉണ്ടാവുന്നത്. ആൻഡ് ടാൻ സെഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? വി ക്യാൻ റൈറ്റ് ദി കൊസീക് സെഡ്. കൊസീക് സെഡ് ഈസ് 1 ബൈ സൈൻ സെഡ് ആൻഡ് sec z will be 1 by cos z and cot z will be 1 by tan z. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ കോംപ്ലക്സിൻ്റെ ടേംസിൽ തന്നെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ കോംപ്ലക്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഓർത്തിരുന്നാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഇതിനെ റീപ്ലേസ് ചെയ്ത് പോവുക. അപ്പോൾ ഈ കോംപ്ലക്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനും സാധാരണ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സൈൻ സെഡും സൈൻ എക്സും രണ്ട് ഫംഗ്ഷൻസ് ആണല്ലോ. ഇത് റിയൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്, ഇത് കോംപ്ലക്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്, റൈറ്റ്. അപ്പോൾ എപ്പോഴാണ് ഒരു കോംപ്ലക്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ റിയൽ ആവുന്നത്? നമുക്കറിയാം സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെന്ന് നമുക്കറിയാമല്ലോ. കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ എക്സ് പ്ലസ് ഐ വൈ വെച്ച് റിപ്രസെൻറ്റ് ചെയ്യുന്നു, എക്സ് പ്ലസ് ഐ വൈ എന്ന് വെച്ചിട്ടല്ലേ. ഈ വൈ 0 ആണെന്ന് വിചാരിക്കുക. വെൻ വൈ ഈക്വൽ ടു 0 സെഡ് എന്തായി മാറും? എക്സ് ആയി മാറും. അപ്പോൾ സൈൻ സെഡ് എന്താവും? സൈൻ എക്സ് ആയി മാറും. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഇമാജിനറി പാർട്ട് 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ട്രിഗണോമെട്രി ഫംഗ്ഷനാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്ന ട്രിഗണോമെട്രി ഫംഗ്ഷൻ സൈൻ എക്സ്. കിട്ടിയോ? അപ്പോൾ ഇതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമാണ് സൈൻ സെഡ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ 2 കോർഡിനേറ്റ് വരുന്നുണ്ട് സൈൻ അപ്ലൈ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ സൈൻ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ മേ ബി ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ഓക്കെ, സോ വിച്ച് ഈസ് ദ മെയിൻ ഡിഫറൻസ്. അപ്പോൾ എല്ലാ കേസിലും അങ്ങനെ വൈ 0 ആകുമ്പോൾ സെഡ് എന്താകും? എക്സ് ആകും. സോ വെൻ വൈ ഈക്വൽ ടു 0 then all complex trigonometric functions will become real trigonometric functions. Complex trigonometric functions will become real trigonometric functions. ഓക്കെ, അപ്പോൾ ഇതാണ് മേജർ ഡിഫറൻസ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇങ്ങനെയുള്ള കോംപ്ലക്സ് ഫംഗ്ഷൻസിൻ്റെ നമ്മൾ അനലിറ്റിസിറ്റി എങ്ങനെയാണെന്ന് നോക്കാൻ പോകുന്നത്. അതായത് ഈ പറയുന്ന സൈൻ സെഡ്, കോസ് സെഡ്, ടാൻ സെഡ് ഇവരൊക്കെ അനലിറ്റിക് ആണോ എന്നാണ് നോക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഐ കൺസിഡർ അനലിറ്റിസിറ്റി ഓഫ് ട്രിഗണോമെട്രിക്. ഇവിടെ ട്രിഗണോമെട്രിക് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സിൻ്റെയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. Okay, so first we consider sin z. What is sin z? By definition e raised to iz minus e raised to minus iz divided by 2y. ഇതാണ് sin z ൻ്റെ ഡെഫിനേഷൻ. അപ്പോൾ ഈ sin z എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് നോക്കുക? ഇതാ ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ sin z അനലിറ്റിക് ആണ്. നിങ്ങൾക്ക് എന്തറിയാം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ കുറിച്ച്? കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ കുറിച്ച് എന്തൊക്കെ അറിയാം? വി നോ e raised to z is an entire function. What is an entire function? അനലിറ്റിക് എവ്രിവെയർ ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ അല്ലേ. അപ്പോൾ ഇ റേസ് ടു സെഡ് അനലിറ്റിക് ആണ്, അല്ലെങ്കിൽ എൻറ്റയർ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇ റേസ് ടു ഐ സെഡും അനലിറ്റിക് ആണ്. ഇ റേസ് ടു ഐ സെഡ് ആൻഡ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ദേ ആർ അനലിറ്റിക് എവ്രിവെയർ ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ. എവ്രിവെയർ ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ. സോ ഇ റേസ് ടു ഐ സെഡും ഇ റേസ് ടു മൈനസ് ഐ സെഡും അനലിറ്റിക് ആണെങ്കിൽ അവരുടെ ഡിഫറൻസ് അനലിറ്റിക് ആണ്. അവരിനെ ഇങ്ങനെ ഒരു 2i എന്ന് പറയുന്ന ഒരു സ്കെയിലാർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും അനലിറ്റിക് ആണ്. Therefore the whole thing will be analytic everywhere in the complex plane. Therefore sin z is analytic. അനലിറ്റിക് എന്ന് മാത്രം പറഞ്ഞാൽ പോലെ ശരിക്കും അനലിറ്റിക് എവ്രിവെയർ ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ. എവ്രിവെയർ ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ. എവ്രിവെയർ ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ അനലിറ്റിക് ആണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഫംഗ്ഷൻ എന്താ വിളിക്കുന്നത്? എൻറ്റയർ ഫംഗ്ഷൻ. Therefore sin z is an entire function. സോ sin z എൻറ്റയർ ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇത് അത്ര എഴുതണ്ടുള്ളൂ. sin z is an entire function. ഇനി അത് മാർക്കിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. കാരണം ഇപ്പോൾ 1 മാർക്കാണെങ്കിൽ നമുക്ക് ഇത്ര എഴുതിയാൽ മതി. ഇ റേസ് ടു സെഡ് അനലിറ്റിക് ആണ്, എൻറ്റയർ ആണ്. അതുകൊണ്ട് ഇതൊക്കെ എൻറ്റയർ ആണ്. സോ ദാറ്റ് അവരുടെ കോമ്പിനേഷൻ എൻറ്റയർ ആണ്. അതുകൊണ്ട് സൈൻ സെഡ് എൻറ്റയർ ഫംഗ്ഷൻ ആണ്, അനലിറ്റിക് ആണെന്ന് പറയാം. ഇനി അതൊരു 5 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇ റേസ് ടു
ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ, കഴിഞ്ഞ വീഡിയോസിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കോഷി റീമാൻ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ പ്രൂഫും കൂടെ എഴുതണം. ഓക്കെ. സോ സിമിലർലി വാട്ട് അബൌട്ട് കോസ് സെഡ്? കോസ് സെഡിൻ്റെ ഡെഫിനിഷൻ ഇ റേസ് ടു ഐ സെഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ഡിവൈഡഡ് ബൈ 2 ആണ്. ഇവിടെയും ഇതേ സെയിം റീസൺ ആണ് അല്ലേ. ഇ റേസ് ടു ഐ സെഡ് എൻറ്റയർ ആണ്, ഇ റേസ് ടു മൈനസ് ഐ സെഡ് എൻറ്റയർ ആണ്. സോ അവരുടെ കോമ്പിനേഷൻ എൻറ്റയർ ആണ്. സോ by the same reason above, by the same reason I write comma cos z is an entire function. Entire means is it analytic everywhere ട്ടോ, entire function. Cos z is also an entire function, right? Okay. അപ്പോൾ sin z ൻ്റെയും cos z ൻ്റെയും കാര്യത്തിൽ അനലിറ്റിസിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി ബാക്കിയുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ അനലിറ്റിസിറ്റി നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? അപ്പോൾ നമുക്ക് ടാൻ സെഡിൻ്റെ കേസ് നോക്കാം. അപ്പോൾ സൈൻ സെഡ് നോക്കി, കോസ് സെഡ് നോക്കി, തേർഡ് വൺ ടാൻ സെഡ്. വാട്ട് ഈസ് ടാൻ സെഡ്? ടാൻ സെഡ് വിൽ ബി സൈൻ സെഡ് ഡിവൈഡഡ് ബൈ കോസ് സെഡ്. ഇതാണ് ടാൻ സെഡ് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ടാൻ സെഡ് അനലിറ്റിക് ആവാതിരിക്കുന്നത് എവിടെയായിരിക്കും? നോക്കി, ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആവുകയോ എക്സിസ്റ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലാണ് അനലിറ്റിസിറ്റി അല്ലെങ്കിൽ നോൺ അനലിറ്റിസിറ്റി സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അനലിറ്റിക് ആവാതിരിക്കുന്നത്. അപ്പോൾ ടാൻ സെഡിന് ഡിനോമിനേറ്റർ എപ്പോഴാണ് 0 ആവുക? ടാൻ സെഡിൻ്റെ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് കോസ് സെഡ് ആണ് അല്ലേ. അപ്പോൾ കോസ് സെഡ് 0 ആകുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മുടെ ടാൻ സെഡിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം, ടാൻ സെഡ് ഈസ് not analytic at the points at which cos z equal to 0 അല്ലേ. ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിൻറ്റ്സിലാണല്ലോ അനലിറ്റിക് അല്ലാത്തത്. അപ്പോൾ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകുന്നില്ല എങ്കിൽ എന്തായാലും ഇത് അനലിറ്റിക് ആയേനെ. കാരണം സൈൻ സെഡ് അനലിറ്റിക് ആണ്, ഡിനോമിനേറ്ററായ കോസ് സെഡും അനലിറ്റിക് ആണ്. പിന്നെ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവുന്നതേ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ടാൻ സെഡ് അനലിറ്റിക് ആയേനെ. പക്ഷേ കോസ് സെഡ് 0 ആകുന്ന പോയിൻറ്റ്സ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ കോസിൻ്റെ വാല്യൂ 0 ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ ഐഡിയ ഉപയോഗിച്ച് നമുക്ക് കോസ് സെഡ് 0 ആവുന്ന പോയിൻറ്റ്സുകൾ കിട്ടും. സോ ആ പോയിൻറ്റ്സിലൊക്കെ നമ്മുടെ ടാൻ സെഡിന് എന്ത് സംഭവിക്കും? അനലിറ്റിക് അല്ലാതായി മാറും. ഓക്കെ. അപ്പോൾ കോസ് സെഡ് 0 ആകുന്നത് ഏതെല്ലാം പോയിൻറ്റ്സിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് കോസ് സെഡ് ഈസ് 0 വെൻ സെഡ് ഇസ് ഈക്വൽ ടു 2n + 1 π/2, n ഈസ് എൻ ഇൻറ്റീജർ. എന്തായത്? കോസിൻ്റെ വാല്യൂസ് എപ്പോഴൊക്കെയാണ് 0 ആകുന്നത് വെച്ച് കഴിഞ്ഞാൽ കോസിൻ്റെ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2ലാണ്. നമുക്കറിയാലോ. നോക്കിയേ, കോസ് 90 എത്രയാണ്? 0. കോസ് 3π/2 എത്രയാണ്? 0. അങ്ങനെ ആയിരിക്കും. നോക്കൂ, കോസ് π/2 0, കോസ് 3π/2 0. ഇനി അടുത്തത് 0 ആവുന്നത് ഏതാണെന്ന് നോക്കി, കോസ് 5π/2 0. ഇങ്ങനെ പോവും. അപ്പോൾ ഈവൻ π/2ൻ്റെ കേസിൽ വരുമ്പോൾ ഇല്ല, കണ്ടോ, 1π/2, 3π/2, 5π/2 ഇങ്ങനെയുള്ളതൊക്കെ 0. 2π/2 വന്നാൽ എന്താ വരിക? 2π/2 എന്ന് പറയുമ്പോൾ 2ഉം 2ഉം വെട്ടിപ്പോയിട്ട് കോസ് പൈ ആവില്ലേ? കോസ് പൈ 0 അല്ല, കോസ് പൈയുടെ വാല്യൂ -1 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഈവൻ വരുമ്പോൾ ഈ 2ഉം ആ ഈവൻ നമ്പറും ക്യാൻസൽ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ മാറും. അപ്പോൾ ഇവിടെയൊക്കെ ഓഡ് വരുമ്പോഴാണ് എന്ത് പറ്റുന്നുള്ളൂ? ഇതിൻ്റെയൊക്കെ വാല്യൂസ് 0 ആയിട്ട് വരുള്ളൂ. അപ്പോൾ കോസ് സെഡ് എവിടെയൊക്കെയാണ് 0 ആവുന്നത്? സെഡ് 2n + 1 π/2 ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 ആകുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സെഡുകൾക്കൊക്കെ കോസ് സെഡ് 0 ആണെങ്കിൽ ഇങ്ങനെയുള്ള പോയിൻറ്റ്സിലൊക്കെ നമ്മുടെ ടാൻ സെഡ് എന്താവും? അനലിറ്റിക് അല്ലാതായി മാറും. അപ്പോൾ അനലിറ്റിക് എവിടെയാണ് ടാൻ സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെയാണ് അനലിറ്റിക് അല്ലാത്തതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? 2n + സെഡ് ഇസ് ഈക്വൽ ടു 2n + 1 π/2 എന്ന് പറയുന്ന പോയിൻറ്റ്സിൽ. അങ്ങനെയുള്ള എത്ര പോയിൻറ്റ്സ് ഉണ്ട്? ഇഷ്ടം പോലെ, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി പോയിൻറ്റ്സ് ഉണ്ട്. കാരണം എന്നിന് ഓരോ വാല്യൂം കൊടുക്കുമ്പോൾ ഉണ്ടോ π/2, 3π/2, 5π/2, 7π/2 എക്സെട്ര ഇങ്ങനെ പോവില്ലേ. അപ്പോൾ ഒരുപാട് പോയിൻറ്റ്സിൽ ടാൻ സെഡിൻ്റെ ഡിനോമിനേറ്റർ 0 ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരുപാട് പോയിൻറ്റ്സിൽ കോസ് സെഡ് 0 ആകുന്നു. അതായത് ടാൻ സെഡ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്റർ 0 ആകുന്നു. സോ ഐ ക്യാൻ സേ ദാറ്റ് ടാൻ സെഡ് ഈസ് എ ഫംഗ്ഷൻ which is not analytic at the point z equal to 2n + 1 π/2. അല്ലെങ്കിൽ ഈ പോയിൻറ്റ്സിൽ ഒഴികെ ബാക്കി എല്ലാവരുടെയും നമ്മുടെ ടാൻ സെഡ് അനലിറ്റിക് ആണ്. ഇവിടെ വലിയ പ്രശ്നമുള്ളൂ. ഈ പോയിൻറ്റ്സുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ടാൻ സെഡ് അനലിറ്റിക് ആണെന്നും പറയാം. സോ ദാറ്റ് ഈസ് വിച്ച് ഇംപ്ലൈസ് ടാൻ സെഡ് ഈസ് അനലിറ്റിക് except the points
എക്സെപ്റ്റ് ദ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഒഴികെയെന്നാണ് കേട്ടോ. പോയിൻറ്റ് z ഈക്വൽ ടു 2n + 1 π/2. ഓക്കെ, സോ ഇങ്ങനെയാണ് ടാൻ സെഡിൻ്റെ അനലിറ്റിസിറ്റി പറയുന്നത്. ഇതേ അനലിറ്റിസിറ്റിയുടെ കാര്യം അല്ലെങ്കിൽ ഇതേ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് തന്നെ എനിക്ക് സീക്ക് സെഡിൻ്റെ കാര്യവും പറയാം. വാട്ട് ഈസ് സീക്ക് സെഡ്? സീക്ക് സെഡ് ഈക്വൽ ടു 1/cos z. അപ്പോൾ ഈ ഫംഗ്ഷൻ എപ്പോഴാണ് അനലിറ്റിക് ആവുക? ഇതിൻ്റെ ഡിനോമിനേറ്റർ 0 ആവാത്തപ്പോൾ. അപ്പോൾ എവിടെ അനലിറ്റിക് ആവില്ല? ഇതിൻ്റെ ഡിനോമിനേറ്റർ 0 ആകുന്ന സ്ഥലത്ത്. എപ്പോഴാണ് ഇതിൻ്റെ ഡിനോമിനേറ്റർ 0 ആകുന്നത്? cos z 0 ആകുമ്പോൾ. അപ്പോൾ ഇതേ കാര്യം തന്നെയല്ലേ വരിക, അല്ലേ? അപ്പോൾ ഇത് ഇവിടെ തന്നെ ഞാൻ എഴുതാം. സീക്ക് സെഡ് ഈസ് നോട്ട് അനലിറ്റിക് where z is equal to 2n + 1 π/2. ഇതെങ്ങനെ കിട്ടി? കാരണം cos z 0 ആകുന്ന സ്ഥലത്തൊന്നും അനലിറ്റിക് അല്ല. ദാറ്റ് ഈസ് ഇവിടെ എഴുതാം cos z is equal to 0. ഈ കേസിലാണ് നമുക്ക് z is equal to 2n + 1 π/2 എന്ന് കിട്ടുന്നത്. ഓക്കെ, ഇനി അപ്പോൾ അടുത്ത കേസ് നോക്കാം നമുക്ക്. വാട്ട് ഈസ് cosec z? cosec z is equal to 1/sin z, അല്ലേ? അപ്പോൾ ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക? ഇത് അനലിറ്റിക് ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് നോക്കുക? ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയെന്ന് അറിയണം. sin z is equal to 0 implies z equal to nπ. എന്താ? sin π എത്രയാണ്? sin π is 0. sin 0 എത്രയാണ്? 0. sin 2π എത്രയാണ്? 0. sin 3π എത്രയാണ്? 0. അതുപോലെ sin of -π എത്രയാണ്? 0. sin of -2π 0. ഇതൊക്കെ സൈൻ്റെ വാല്യൂ 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ sin 0 ആവുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ nπs ആണ്. nπ എന്ന് പറഞ്ഞാൽ n-ന് 1 ആവാം, 2 ആവാം, 3 ആവാം, -1 ആവാം, -2 ആവാം, എന്ത് വേണമെങ്കിലും ആവാം. 0 ഇൻറ്റീജേഴ്സ് ആവാം. ഇൻറ്റീജേഴ്സ് എന്ന് എഴുതാം ഞാൻ. n is an integer. ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? 0, 1, 2, 3, 4, -1, -2, -3, -4 എക്സെട്ര, ഇങ്ങനെയുള്ള എലമെൻസുകളൊക്കെ വരും. അപ്പോൾ സെഡിന് ഇങ്ങനെയുള്ള വാല്യൂസ് വരുമ്പോൾ, അതായത് പൈയുടെ മൾട്ടിപ്പിൾസ് വരുമ്പോഴാണ് സൈൻ സെഡ് 0 ആകുന്നത്. അപ്പോൾ എന്ത് പറയാം? സെഡ് ഈക്വൽ ടു nπ ആവുന്ന കേസിൽ കൊസീക് സെഡ് അനലിറ്റിക് ആവുന്നില്ല. വിച്ച് ഇംപ്ലൈസ് കൊസീക് സെഡ് ഇസ് നോട്ട് അനലിറ്റിക് at the points z is equal to nπ. അല്ലെങ്കിൽ എന്ത് പറയാം? കൊസീക് സെഡ് ഈസ് അനലിറ്റിക് എക്സെപ്റ്റ്സ് ദ പോയിൻറ്റ്സ് z is equal to nπ. nπ ഒഴികെ ബാക്കിയുള്ള പോയിൻറ്റ്സിൽ കൊസീക് അനലിറ്റിക് ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് കോട്ട് സെഡ്. വാട്ട് ഈസ് കോട്ട് സെഡ്? 1/tan z ആണ് കോട്ട് സെഡ്. ടാൻ സെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സൈൻ സെഡ് ബൈ കോസ് സെഡ് ആയിരുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/tan z എന്തായിരിക്കും? കോസ് സെഡ് ഡിവൈഡഡ് ബൈ സൈൻ സെഡ് ആയിരിക്കും, അല്ലേ? അപ്പോൾ ഈ കോട്ട് സെഡ് എപ്പോഴാണ് അനലിറ്റിക് ആവുന്നത്? ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല. അപ്പോൾ സൈൻ സെഡ് 0 ആകുന്നിടത്തൊന്നും കോട്ട് സെഡ് അനലിറ്റിക് ആവില്ല. സൈൻ സെഡ് 0 ആവുന്നത് എവിടെയാണ്? ഇതേ പോയിൻറ്റ്സ് z ഈക്വൽ ടു nπയിലാണ്. ദർഫോർ എന്തെഴുതാം? കോട്ട് സെഡ് ഈസ് നോട്ട് അനലിറ്റിക് at the points where sin z equal to 0. അതായത് സൈൻ സെഡ് 0 ആവുന്നത് എവിടെയാണ്? z ഈക്വൽ ടു nπ, n is an integer. ഓക്കെ, അപ്പോൾ കോട്ട് സെഡ് ഈസ് ആൾസോ നോട്ട് അനലിറ്റിക് അറ്റ് ദ പോയിൻറ്റ് z ഈക്വൽ ടു nπ. ബാക്കിയുള്ളിടത്തൊക്കെ അനലിറ്റിക് ആണ്. ഈ പോയിൻറ്റ്സ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നോട്ട് അനലിറ്റിക് ആണ്, അനലിറ്റിക് അല്ല. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ഈസ് വാട്ട് ആർ ദ ഡെറിവേറ്റീവ്സ് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. അപ്പോൾ അനലിറ്റിസിറ്റി എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഏതെല്ലാം പോയിൻറ്റ്സിലാണ് അനലിറ്റിസിറ്റി നഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ അവരുടെ ഡെറിവേറ്റീവ് എന്താണ്? ഡിഫറൻഷ്യബിൾസ് ആണ് കേട്ടോ. അവരൊക്കെ ഡിഫറൻഷ്യബിൾ ആണെങ്കിലാണ് അതിന് അനലിറ്റിസിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ തന്നെ പറ്റുമായിരുന്നുള്ളൂ. ഇവരൊക്കെ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ആണ്. സോ ദാറ്റ് വാട്ട് ആർ ദ ഡെറിവേറ്റീവ്സ് ഓഫ് ദീസ് ഫംഗ്ഷൻസ് എങ്ങനെ കണ്ടുപിടിക്കും? സോ വാട്ട് ഈസ് d/dz ഓഫ് സൈൻ സെഡ്? സൈൻ എക്സ് ആണെങ്കിൽ നമുക്കറിയാം, അല്ലേ? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണെന്ന് നമുക്കറിയാം. സൈൻ സെഡിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ d/dz ഓഫ് സൈൻ സെഡ് എന്ന് പറഞ്ഞാൽ d/dz ഓഫ് സൈൻ സെഡ് ഈസ് e raised to iz divided by 2i ആണ്. That is equal to d/dz of, this can be written 1/2i outside എടുത്തു കേട്ടോ. 1/2i is a constant term that can be taken outside. d/dz of iz minus രണ്ടിലും ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുന്നു. d/dz of e raised to iz. So 1/2i will be here. ഇത് പറയൂ എന്താ വരിക? e raised to izൻ്റെ ഡെറിവേറ്റീവ് എന്ത്?
നമുക്കറിയാം ഇ റേസ് ടു സെഡിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇ റേസ് ടു സെഡിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു സെഡ് തന്നെയാണ്. അപ്പോൾ ഇ റേസ് ടു ഐ സെഡിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ഇ റേസ് ടു ഐ സെഡിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു ഐ സെഡ് തന്നെയാണ്. പിന്നെ ഈ ഐ സെഡിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഐ സെഡിൻ്റെ ഡെറിവേറ്റീവ് എന്താ, സെഡാണ് വേരിയബിൾ, അപ്പോൾ ഐ സെഡിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ഐ. ശരിയല്ലേ? മൈനസ് ഇവിടെയും അതേപോലെ ഇ റേസ് ടു മൈനസ് ഐ സെഡിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ഇ റേസ് ടു മൈനസ് ഐ സെഡ് തന്നെയാണ്. പിന്നെ ഈ മൈനസ് ഐ സെഡിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് ഐ കോൺസ്റ്റൻ്റ് ആണ്, അവിടെ നിർത്തി സെഡിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഐ സെഡിൻ്റെ ഡെറിവേറ്റീവ് ഐ, അവിടെ നിർത്തി സെഡിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. കാരണം വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. സോ വിച്ച് ഇങ്ങനെ കിട്ടും അല്ലേ, 1/2i ഇൻറ്റു ഐ ഇ റേസ് ടു ഐ സെഡ് മൈനസ് മൈനസ് വിൽ ബി പ്ലസ് ഐ ഇ റേസ് ടു മൈനസ് ഐ സെഡ്. So this I can be taken outside, I divided by 2i e raised to I z plus e raised to minus I z. So I can be cancelled. E raised to I z plus e raised to minus I z divided by 2. ഇത് എന്തിൻ്റെ ഇക്വേഷൻ ആണ്, കോസ് സെഡിൻ്റെ ഇക്വേഷൻ ആണ്. സോ സൈൻ സെഡിൻ്റെ ഡെറിവേറ്റീവും കോസ് സെഡ് തന്നെയാണെന്ന് നമുക്ക് കിട്ടുന്നത്. അതായത് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. പക്ഷേ അവിടെ എക്സ് റിയൽ നമ്പർ ആയിരുന്നു. ഇവിടെ സൈൻ സെഡിൻ്റെ സ്ഥാനത്ത് സെഡ് കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പോൾ കോംപ്ലക്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനായ സൈൻ സെഡിൻ്റെ ഡെറിവേറ്റീവും കോംപ്ലക്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനായ കോസ് സെഡ് ആണ് എന്നാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ദെൻ വാട്ട് വിൽ ബി ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് സെഡ്? ഇതേപോലെ തന്നെ ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് ഡി ബൈ ഡി സെഡ് ഓഫ് കോസ് സെഡിൻ്റെ ഡെഫിനേഷൻ ഇ റേസ് ടു ഐ സെഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ഡിവൈഡഡ് ബൈ 2. 1/2 ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. ഇ റേസ് ടു ഐ സെഡിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു ഐ സെഡിൻ്റെ ഇ റേസ് ടു ഐ സെഡ് തന്നെ ഇൻറ്റു ഐ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ സെഡിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ഉണ്ടാവും. പിന്നെ മൈനസ് ഐ സെഡിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ഐ. സോ 1/, ഇനി ഇത് രണ്ടിലും ഐ കോമൺ ആണ്, ഐ ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. സോ എന്ത് വരും നമുക്ക്, ഇ റേസ് ടു ഐ സെഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ഡിവൈഡഡ് ബൈ 2 ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡിനോമിനേറ്ററിൽ ഞാനൊരു മൈനസ് ഐ സ്ക്വയർ എന്ന് എഴുതാൻ പോവാണ്. എന്തിനാ അങ്ങനെ എഴുതുന്നത്? നമുക്കറിയാം ഐ സ്ക്വയറിൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 ആണ്. ഐ സ്ക്വയർ ഈസ് -1. Then what will be minus I square? Minus I square is -1. So that minus of -1 will become 1, right? So what is minus I square? Minus I square എന്ന് പറഞ്ഞാൽ 1 ആണ്. ക്ലിയർ അല്ലേ? മൈനസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ താഴെ ഇവിടെ ഒരു മൈനസ് ഐ സ്ക്വയർ എന്ന് എഴുതിയാൽ അത് 1 ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇതിന് സംഭവിക്കാൻ പോകുന്നില്ല. സോ ദാറ്റ് ഇത് 1 ആയതുകൊണ്ടാണ് എഴുതിയത് കേട്ടോ. സോ ഈ ഐ സ്ക്വയറും ഒരു ഐയും നമുക്ക് ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി അവിടെ എന്തുണ്ടാവും? ഇവിടെ ഒരു മൈനസ് എക്സ്ട്രാ ഉണ്ട്, ആ മൈനസ് ഇവിടെ നിർത്തി. ഇ റേസ് ടു ഐ സെഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ഡിവൈഡഡ് ബൈ 2 ഇവിടെ ഉണ്ട്. പിന്നെ വേണ്ടോ ക്യാൻസൽ ചെയ്തതിൽ നിന്ന് ഒരു ഐ എക്സ്ട്രാ ഉണ്ട്, ആ ഐ ഇവിടെ എഴുതി. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ്. എന്തിൻ്റെ ഡെഫിനിഷനാ? ഇത് നോക്കൂ, ഇത് സൈൻ സെഡിൻ്റെ ഡെഫിനിഷനാണ്. സോ വി ഗെറ്റ് മൈനസ് സൈൻ സെഡ്. സോ ഡെറിവേറ്റീവ് ഓഫ് കോസ് സെഡ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ സെഡ്. കിട്ടിയില്ലേ? അപ്പോൾ ഡെറിവേറ്റീവിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല അല്ലേ. സൈൻ എക്സ് ആയാലും കോസ് എക്സ് ആയാലും ഡെറിവേറ്റീവിൻ്റെ കേസിൽ സെയിം പോലെ തന്നെ നമുക്ക് കിട്ടണേ. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്, സൈൻ സെഡിൻ്റെ ഡെറിവേറ്റീവ് കോസ് സെഡ് ആണ്. കോസ് സെഡിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ സെഡ് ആണ്. അതുപോലെ നമുക്കറിയാം കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവിൻ്റെ കേസിൽ ഇക്വേഷൻസ് ഒക്കെ സെയിം ആണ്, കോംപ്ലക്സ് ആണെങ്കിലും റിയൽ ആണെങ്കിലും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡി ബൈ ഡി സെഡ് ഓഫ് ടാൻ സെഡ് അപ്പോൾ എന്തായിരിക്കാം? നമുക്കറിയാം ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? 6 സ്ക്വയർ എക്സ് ആയിരുന്നു. അപ്പോൾ ഡി ബൈ ഡി സെഡ് ഓഫ് ടാൻ സെഡ് എന്ന് പറയുന്നത് 6 സ്ക്വയർ സെഡ് ആയിരിക്കും. അതേപോലെ ഡി ബൈ ഡി സെഡ് ഓഫ് കൊസീക് സെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ് ആയിരുന്നു. അപ്പോൾ ഇവിടെ അത് മൈനസ് കൊസീക് സെഡ് കോട്ട് സെഡ് ആവും. അതേപോലെ ഡി ബൈ ഡി സെഡ് ഓഫ് സീക് സെഡ് എന്തായിരുന്നു? സീക് സെഡിൻ്റെ ഡെറിവേറ്റീവ് സീക് എക്സ് ടാൻ എക്സ് ആയിരുന്നു അല്ലേ. ദെർഫോർ ഇവിടെ എന്തായി മാറും? അത് സീക് സെഡ് ടാൻ സെഡ്. ആൻഡ് ലാസ്റ്റ് വൺ ഡി ബൈ ഡി സെഡ് ഓഫ് കോട്ട് സെഡ് എന്തായിരുന്നു? കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. സോ ഹിയർ മൈനസ് കൊസീക് സ്ക്വയർ സെഡ് ആവും. സോ ദീസ് ആർ ദ ഡെറിവേറ്റീവ് ഓഫ് കോംപ്ലക്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. എക്സിൻ്റെ സ്ഥാനത്തൊക്കെ സെഡ് ആയി എന്നുള്ള വ്യത്യാസമേ ഇവിടെ ശരിക്കും സംഭവിച്ചിട്ടുള്ളൂ. ഓക്കെ, ഈ ഡെറിവേറ്റീവ്സിൽ മാറ്റമില്ലാത്തതുപോലെ തന്നെ നമുക്ക് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസിലും കോംപ്ലക്സിൻ്റെയും റിയലിൻ്റെയും കേസിൽ മാറ്റമൊന്നുമില്ല. അതായത് നമുക്കറിയാലോ സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണെന്ന്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ മൈനസ് സൈൻ സെഡ് ആണ്.
അതേപോലെ കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് തന്നെയാണ്, കാരണം ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ്, പോസിറ്റീവാണ് കോസ്, അതുകൊണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് സെയിം കാര്യങ്ങളൊക്കെ ഇവിടെയും ട്രൂ ആണ്. ഇങ്ങനെയുള്ള മൈനസ് തീറ്റ അപ്ലൈ ചെയ്യുന്നതൊക്കെ ഇവിടെയും അതേ കേസിൽ തന്നെ നമുക്ക് അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാം. അതേപോലെ നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. സോ സെയിം ഐഡിയ കോസ് സ്ക്വയർ സെഡ് പ്ലസ് സൈൻ സ്ക്വയർ സെഡ് വിൽ ബി ആൾസോ ഈക്വൽ ടു 1. പിന്നെ അതേപോലെ നമുക്ക് കോസ് ഓഫ് എ പ്ലസ് ബി, സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്ന ഫോർമുലാസ് ഉണ്ട് അല്ലേ, അതെല്ലാം തന്നെ നമുക്ക് എക്സിന് പകരം സെഡ് ആക്കി എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതെല്ലാം കോംപ്ലക്സിൻ്റെ കേസിലും ഐഡൻറ്റിറ്റീസ് എല്ലാം ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് അതുപോലെ എന്തായിരുന്നു, കോസ് ഓഫ് 2 തീറ്റ അല്ലെങ്കിൽ കോസ് ഓഫ് 2 സെഡ് വിൽ ബി ഈക്വൽ ടു, നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റയാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതണം, കോസ് സ്ക്വയർ സെഡ് മൈനസ് സൈൻ സ്ക്വയർ സെഡ് എന്ന് എഴുതണം. അതേപോലെ സൈൻ 2 സെഡ് എന്തായിരിക്കും, അപ്പോൾ സൈൻ 2 തീറ്റ ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ ആയിരുന്നു ഫോർമുല. അപ്പോൾ ഇവിടെ 2 സൈൻ സെഡ് കോസ് സെഡ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് എല്ലാം കോംപ്ലക്സിൻ്റെ കേസിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്യാം.